നല്ല നല്ല നമ്പർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷെ അണക്ക് തരാൻ എനിക്കൊരു കുറ്റബോധ. പിന്നെ 30 ഉറുപ്പിക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ? ഈ പ്രതീക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കുറ്റബോധം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഏടാ അണക്ക് 2 കൊല്ലമായിട്ട് ഞാൻ ലോട്ടറി തരില്ലേ, അത് ആഴ്ചയിൽ 5 എണ്ണം വെച്ചിട്ട്, എന്നിട്ട് അണക്കാകെ 30 ഉറുപ്പിൽ അടിച്ചുള്ളൂ. അപ്പം എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ? മനസ്സാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം. പക്ഷെ അണക്ക് വലുതെന്തോന്ന് വരാൻ നിർത്തണ്ട സൗഭാഗ്യ. എൻ്റെ മയിലുള്ള ആൾക്കാർ കാരണം ഞാൻ അങ്ങനെ ജീവിച്ചു പോണത്. ഒരു 100 രൂപ റീചാർജ് ചെയ്ത് വേട്ടെ. നമ്പർ എഴുതി. സാറ് എടുക്കൂലെന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാമല്ലോ. ഒറ്റയൊന്ന് ഒരാൾക്കാരെ മനസ്സ് മാറാന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ സാറേ. 70 ലാസ്റ്റ് നമ്പർ. ആ അപ്പം അടിക്കൂ. ഓക്കെ കയറിയിട്ടുണ്ട്. ശരി. സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ട് കേട്ടോ. നമ്മളൊന്ന് മറക്കരുത് കേട്ടോ. സാറിനെ കണ്ടാറിയാ ബെസ്റ്റ് ടൈമാ. അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ട്. എനിക്ക് രക്ഷപ്പെടണോ? എന്തായി കൊള്ളാല്ലേ? കുഴപ്പമില്ല. പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണമെന്ന് വിചാരിച്ചാ, അതിപ്പോൾ ഇങ്ങനൊരു കാര്യത്തിനായി. അതുപോട്ടെ, 1 മാസത്തേക്ക് കാറായി. വാടക കൊടുത്താൽ 2 മാസത്തേക്കും കിട്ടും. ഇപ്പം അതല്ലല്ലോ വിഷയം. താൻ വണ്ടി എടുക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ. ഹോസ്പിറ്റലിലേക്കായിരിക്കും. സ്റ്റെല്ല എന്തി വരുന്നുണ്ട്. ആണോ? എന്താ ലേറ്റ് ആയി? ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ? കഷ്ടപ്പാടൊക്കെ ആണോ? രോഗികളൊക്കെ ഉണ്ടോ? സ്റ്റെല്ലയ്ക്ക് ഒരുങ്ങാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. വന്നല്ലോ. സ്റ്റെല്ലേ നീ മെല്ലെ വരൂ, സ്റ്റെല്ലേ നീ മെല്ലെ. സ്റ്റെല്ല ഒന്ന് സ്ലിം ആയിട്ടുണ്ടോ? പക്ഷെ ഇപ്പളാ ശരിക്കും ബ്യൂട്ടി ആയത് കേട്ടോ. കുട്ടിയും ബ്യൂട്ടിയാ. എന്താ? നാളെ റെന്റ് തരാട്ടോ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിപ്പം അടുത്ത ആഴ്ച ആയാലും നമുക്കെന്താ പ്രശ്നം? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? എന്നാ ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗിരി, ജോസ് മോനും തമ്മേനും ചോദിച്ചാലേ കാറ് തന്റെ ചില ആവശ്യങ്ങൾക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞോളാം. എടോ അപ്പൊ അരനാറി വൃത്തിയായിട്ട് വിൽക്കും വെച്ച് റോട്ടി വന്നിക്കുന്നുണ്ടോ? തന്നിരുത്തണ്ടേട്ടാ. ഒന്ന് നിർത്തു ഗിരിക്കുട്ടാ. ക്ലീറ്റസേ സുഖമല്ലേ? മുകളിൽ ഇപ്പം ആരാ താമസിക്കുന്നത്? ഓ, അത് 2 സാധുക്കളാ, നേഴ്സുമാരാ, ഭൂമിയിലെ മാലാകമാരെ. നിങ്ങൾ 2 പേരും ഇപ്പോൾ ഒരുമിച്ച താമസമല്ലേ? കാറൊക്കെ ആയി. എനിക്കറിയായിരുന്നു കേട്ടോ നിങ്ങൾ 2 പേരും രക്ഷപ്പെടുമെന്ന്. പ്രത്യേകിച്ചും ഇവൻ. അല്ലെങ്കിലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നില്ലേ? ഇതാ ചെറുക്കനല്ലേ? എടുക്കെടുക്ക്, വണ്ടി എടുക്ക്. എടുക്കുന്ന ഓ ഓ ഓ, അവന്റെ നോട്ടം മുകളിലേക്കാ. ദേവൻ പോകുന്നുണ്ട് കേട്ടോ. തനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉറപ്പല്ലേ? എനിക്ക് വണ്ടി എടുക്ക്. വണ്ടി എടുക്കണം. എന്തായിരുന്നു പ്ലാൻ? എല്ലാം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോ. കലേഷേ,
നീ ആ തൈക്കൂടം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വാ. ആ ടൂൾസൊക്കെ എടുത്തോ. ആ പണിയുണ്ട്. കലേഷാരാ കലേഷാരാന്ന് പഞ്ചർ ഒട്ടിക്കാൻ വിളിച്ചതാ. വെറുതെ ഒരു മനുഷ്യൻ. Leave it. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സർജറി മസ്റ്റാണ്. 2 ദിവസമായി ഞാൻ ഇവിടുന്ന് പോയിട്ട് സ്റ്റുഡിയോയിൽ ഭയങ്കരമായിട്ട് ഹെൽഡപ്പ് ആയിരുന്നു. ഹായ്, ഇത് കല്യാണി, റസിയ. ജീവിതം പാട്ടിലാക്കലല്ലേ? അറിയാം. ഹലോ. അത് ഓക്കെ ഉണ്ട്. എത്രയാണ്? ഒരു 10,000 എന്തെങ്കിലും വാങ്ങിക്കടാ. ഒരു 500. 500 PTM ഉണ്ടാവോ? അതൊന്നുമില്ല എൻ്റെ മോനെ. അപ്പൊ കാശില്ലേ? കാർഡ് എടുക്കും. ആ കാർഡ് എടുക്കും. അതെ പൈസ തന്നിട്ട് കൊണ്ടോട്ടെ കേട്ടോ. ചേട്ടൻ പൈസ ഉണ്ടാ? ആ ക്യാഷ് ഉണ്ടാവും. ചേച്ചി ക്യാഷ് എന്താ ആ കാർഡ് പറട്ടാ. റീചാർജ് ചെയ്യാൻ പോണ്. എന്റെ തമ്പിക്കുടിയോ. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ഞങ്ങളിന്നലെ പയ്യനെ കണ്ടു. ഇനി അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല സാർ. ഞങ്ങൾ വെൽ പ്ലാൻഡ് ആണ് അല്ലേ? നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മേടിക്കണ്ട. ഹലോ. എന്ത് വെൽ പ്ലാനിങ്? മിണ്ടാതിരിക്കാതെ കേൾക്കൂ. ഞാൻ വിളിക്കാം. ഈ മനീഷിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ല വഴി അവൻ്റെ സ്റ്റുഡിയോ ആണ്. അവന് ഈ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ്. അവൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി വൈകും. മനസ്സിലായോ? മനസ്സിലായി. അവൻ ഇൻഡിക്കേറ്റർ ഇട്ടല്ലോ. അവൻ ഒറ്റക്കായിരിക്കുമല്ലോ അല്ലേ? കണ്ടറിഞ്ഞൂടെ അവൻ ഒറ്റയ്ക്കാണോ അല്ലേ എന്നുള്ളത്. ആ നമുക്ക് കയറി നോക്കാം. വാ. ആവശ്യം നോക്കണ്ട. രണ്ട് ചായ. ചേട്ടന്മാരെ ഹായ്. ഇവിടെ ഇരിക്കാം. ഇരിക്ക്. ഞാൻ കാപ്പിയാ പറഞ്ഞത്. ഞങ്ങൾ ചായ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരുമിച്ചാണല്ലോ. ആ ചുമ്മാ ഇറങ്ങിയതാ. എന്താ ചെയ്യുന്നേ? ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. എൻ്റെ പേര് ഗിരീത്. ക്ലീറ്റസ്. ഞാൻ മനീഷ്, RJ ആണ് ഇവിടെ മർക്കോണി FM-ല്. ജീവിതം പാട്ടിലാക്കുന്നു. ജീവിതം പാട്ടിലാക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ ദിവസം മനീഷിനെ കണ്ടിരുന്നു. എവിടെ? ആ ജംഗ്ഷനിൽ വെച്ചൊരു ATM-ന്റെ ഫ്രണ്ടിൽ. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ഡെസ്റ്റിൻ റിലേറ്റീവാണ്, സുഖുവേട്ടൻ. ആളെന്നെ കുഞ്ഞിലും ഒത്തിരി എടുത്തോണ്ടൊക്കെ നടന്നിട്ടുള്ളതാ. ഇനി എന്താ പരിപാടി? നേരെ ഫ്ലാറ്റിലേക്ക് തന്നെ. ഹോംവർക്ക് ഉണ്ട് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി. അത്ര തന്നെ. പരിപാടി ഇടയ്ക്ക് ഞങ്ങൾ കേൾക്കാറുണ്ട്. നല്ലതാ. താങ്ക് യു. നമ്മൾ സിൻസിയറായിട്ട് എന്ത് കാര്യവും ചെയ്താലും അത് നന്നാവും അല്ലേ? അത് കറക്റ്റാ. ചെയ്യുന്ന ജോലി എന്തായാലും നമുക്കതിനോടൊരു സ്നേഹം തോന്നണം. എന്നാലേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? എല്ലാ ജോലിയും അങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെന്നില്ല. അല്ല, ഈ റോഡ് പണിയൊക്കെ ഉണ്ടല്ലോ, അതാരെങ്കിലും ആസ്വദിച്ച് ചെയ്യുന്ന ഗതികേട് കൊണ്ടല്ലേ ചെയ്യുന്നത്?
ലോകത്ത് മുഴുവൻ റോഡും ഉണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. കുറെ ഫീമെയിൽ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പാട്ടത് ഗെയിം ഞാനതങ്ങനെ കെയർ ചെയ്യാറില്ല, പക്ഷേ നമുക്കല്ലേ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. എന്തത്? സിസ്റ്റേഴ്സ്, അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങാം. നമുക്കൊന്ന് അടിച്ചു വിളിക്കാം. കഴിക്കോ? വല്ലപ്പോഴും. ചേട്ടാ ഇതൊന്ന് എഴുതിയേക്കണേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ? വണ്ടിയുണ്ട്. കാണാം അപ്പോൾ. ശരി. ചെക്കനൊരു പ്രത്യേക ടൈപ്പല്ലേ? ഈ ചിക്കനാണോ സാറ്? കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്തെളുപ്പല്ലേ? കാര്യങ്ങൾ എളുപ്പമാനും ബുദ്ധിമുട്ടല്ലേ?